എടി നിനക്ക് ഈ റോണി സാറിനെ അറിയോ? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. റോണി സാറിനെ അറിയത്തില്ലേ? ഇല്ല. ഇനി തലയും മുടിയൊന്നും ഇല്ലാത്ത തലയുടെ ഉച്ചയ്ക്ക് മാത്രം 4 രോമയിൽ മുങ്ങിക്കുന്നൊരു സാറ്. നല്ല തടിച്ചിട്ട് സാറിൻ്റെ വയറാണെങ്കിൽ ഇങ്ങനെ ബൊമ്മ നയിക്കുക. അറിയത്തില്ലേ? ഇല്ലടി. സാറ് സ്റ്റാഫ് റൂമിൽ കാണും. എടി അപ്പോൾ ഈ മായ ടീച്ചറോ? മായ ടീച്ചറിനെ പറയാനാണെങ്കിൽ ഭയങ്കര ബ്രൈറ്റ് കളർ സാരി ഒക്കെ ഉടുത്തിട്ട് വരുന്നേ. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള സാരി മാത്രമേ ടീച്ചർ യൂസ് ചെയ്യാറുള്ളൂ. ഒരുമാതിരി ഇറിച്ച് നിൽക്കുന്ന കളറൊക്കെ ഉപയോഗിക്കുക. ഒരു ബ്ലാക്ക് കളറാണെങ്കിലും ഭയങ്കര ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഇന്നാളൊരു ഫ്ലൂറസൻ കളർ സാരി ഒക്കെ ഇട്ടുകൊണ്ട് വന്നിരുന്നു. അന്ന് നമ്മളെല്ലാവരും പറഞ്ഞില്ലേ ഇതെന്തൊരു കളറാണെന്ന്. ഞാൻ ഓർക്കുന്നില്ലടി. ടീച്ചറിനാരോ ഗിഫ്റ്റ് കൊടുത്തതാ. അപ്പം നമ്മൾ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെയാണോ ആരും ഗിഫ്റ്റ് ചെയ്യുന്നത്, ഇനി കളിയാക്കിയത് വല്ലതും ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ. ഫ്ലൂറസൻ കളറിലെ സാരി സ്കൂൾ മുഴുവൻ പാട്ടായിരുന്നു. ഓക്കെ, മനസ്സിലായി. അവരായിരിക്കും ഇൻചാർജ്. എന്തിനാ ഇപ്പം അവരെ അന്വേഷിക്കുന്നേ? എടി ടൂറിൻ്റെ ഇൻചാർജ് അവരാടി. അങ്ങനാണെങ്കിൽ ദീപക് സാറിനെ കണ്ടാ പോരെ? ദീപക് സാറോ? ഒരു കുള്ളൻ സാറ്. കുള്ളൻ. എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെയൊക്കെ എങ്ങനെയാടി ആൾക്കാരെ ചെവി കുള്ളൻ സാറ്. ഇങ്ങനെയൊക്കെ എങ്ങനെയാടി നീ ആൾക്കാരെ കണ്ടുപിടിച്ച് വെക്കുന്നത്? സ്റ്റാഫ് റൂമിൽ പോയിട്ട് ദീപക് സാർ ഏതാന്ന് ചോദിക്കുന്നതിനൊക്കെ നല്ലതല്ലേ നീ ഐഡന്റിഫൈ ചെയ്തിട്ട് പോകുന്നത്. മനസ്സിലായോ? അതാണ്. മനസ്സിലായി. പോയി നോക്ക്, സാർ അവിടെ കാണും. ഓക്കെ. ശരണ്യ മിസ്സാണോ? ഞാനാണല്ലോ. എന്താ? അല്ല, ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു തടിച്ചിട്ടിരുന്നൊരാളെ മിസ്സാ ശരണ്യ മിസ്സെന്ന്. ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചതാ. ഞാനാ കളക്ട് ചെയ്യുന്നത്. ഇവിടെ വെച്ചിട്ട് പൊക്കോ. ഓക്കെ ഇവിടെ വെച്ചേക്കാട്ടോ. എന്താണ് പവർ പോയ പവർ ബാങ്കിൻ്റെ കൂടെ ഇരിക്കുന്നത്? എടി ഒരു കൊച്ചിപ്പോഴേ ഒരു സാധനം കൊണ്ടുവന്നു. എന്താ ബോംബ് വല്ലതാണോ കൊണ്ടുത്തന്നത്? ബോംബ് വല്ലാണെ പോട്ടം വെക്കും, പുട്ടത്തല്ലേ ഉള്ളൂ. അതന്നെ ആ കൊച്ചു വന്നിട്ട് പറഞ്ഞു കുറച്ച് തടിച്ചിട്ട് നിറത്തിലുള്ള ഒരു മാമില്ലേ ശരണ്യെന്ന് ഉണ്ടോ? അയ്യോ, നിനക്ക് കൊണ്ടോടി? നീയല്ലേ പറഞ്ഞേ അങ്ങനെ ആൾക്കാരെ ഐഡന്റിഫൈ എളുപ്പമെന്ന്? പക്ഷേ മുഖത്തൊക്കെ നോക്കി ചോദിക്കാൻ പാടുണ്ടോ? നമുക്കിങ്ങനെ സംസാരിക്കുന്ന പോലെ അല്ലല്ലോ. മുഖത്തൊക്കെ നോക്കി നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പം നിന്നെ പറഞ്ഞാൽ നിനക്ക് വിഷമമുണ്ടല്ലേ, മറ്റുള്ളവരെ പറഞ്ഞാൽ ഇല്ല? കുറച്ച് വിഷമം. ഇനി കേട്ടിട്ടാണെങ്കിലും കേൾക്കാതാണേലും മറ്റുള്ളവരെ കുറിച്ച് നീ ഇങ്ങനെയല്ലേ പഠിച്ചു വെച്ചേക്കുന്നേ? ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നല്ലോ, ഞാനൊരു സഹായമല്ലേ ചെയ്തേ. ആണോ? എന്നാൽ അതുപോലെ വേറൊരാൾ സഹായം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരുന്നോട്ടോ. എല്ലാം ഉള്ള ഇത്തരത്തിലുള്ള ചെറിയ അതൊരു വലിയ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ചെറിയ ഇത്തരത്തിലുള്ള ചാബല്യങ്ങളുള്ളവർ നമുക്കിടയിൽ എല്ലായിടത്തും ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ലൈക്ക് എ സ്മൈൽ സ്ക്വാഡ് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ഹാപ്പി സ്ക്വാഡ്, comfort squad. Tata bye bye, see you. Subscribe for more videos.